ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഗരം മസാലയാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് ഞാൻ അധികമായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു അളവിലേക്കാന്ന് വെച്ചാൽ നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി മതി. പക്ഷേ അത് നമുക്ക് കുറച്ചായിട്ട് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു ചെറിയ അളവിൽ നമുക്ക് വേണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ജാതിക്ക, അതുപോലെ 2-3 ഗ്രാമ്പൂ, അതുപോലെ 1-2 ഏലക്ക, പിന്നെ കറുവപ്പട്ട ഒരു ചെറിയ 2 പീസ്, അതുപോലെ നമ്മൾ സ്റ്റാറിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇതിന് മുമ്പ് കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ എനിക്ക് കുറച്ചധികം വേണം, അതുകൊണ്ട് അധികമായിട്ട് ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. വലിയ പീസാന്ന് വെച്ചാൽ നമുക്ക് ഈ കറുവപ്പട്ടയൊക്കെ കുറച്ചൊന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ സോക്ക് ചെയ്തെടുക്കണില്ല. ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി, ചെറി, അതുപോലെ ഉണക്കമുന്തിരി 2 ടൈപ്സും, അതുപോലെ ഇഞ്ചി, മറ്റേ ജിഞ്ചർ ക്യാൻഡി, അതും ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ടോട്ടലായിട്ട് 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കോഫി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ നമ്മൾ പൊടിച്ചിട്ടുള്ള ഗരം മസാലയുടെ പൊടി അതൊരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിള വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ നമ്മളത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം 3 തൊട്ട് 5 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഒന്ന് തീ കുറച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇതിലേക്ക് 70 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ആ ചൂടോടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ആ ചൂട് കൊണ്ട് തന്നെ ബട്ടർ നമുക്ക് മെൽറ്റായി കിട്ടും. റൂം ടെമ്പറേച്ചറിലുള്ള ഉപ്പില്ലാത്ത വെണ്ണയാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത്. ബട്ടർ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ചെറിയ ചൂടിൽ നമുക്കിത് ചേർക്കാവുന്നതാണ്. അധികം ചൂടോടെ നമ്മൾ ചേർക്കാൻ പാടില്ല. അത് കുറച്ച് നേരം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യം കൂടി ചെയ്യാം ഈ സമയം കൊണ്ട്. ഇതിലേക്ക് മൈദ എടുത്തിട്ടുള്ളത് 1 കപ്പ്, പിന്നെ 1/2 കപ്പും കൂടിയാണ്. 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂണ്, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് 1/4 ടീസ്പൂണ്. നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ ഉപ്പുള്ള ബട്ടറാണെങ്കിൽ അതിനകത്ത് ഉപ്പ് ചേർക്കണ്ട. ഇത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാണ്. മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബ്രൗൺ ഷുഗർ 1 കപ്പ്. ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ വാനില എസൻസ് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്.
ഇത് നമുക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടാണെങ്കിൽ അടിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. ഒരുപാട് പതപ്പിച്ചെടുക്കണമെന്നില്ല. ഞാനിത് ആ ഷുഗർ ഒന്ന് മെൽറ്റായി വരണത് വരെ ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഉണ്ട്, അതിലേക്ക് ആ ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സുകൾ നമുക്കിതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ വിസ്ക് വെച്ച് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് അത് താഴ്ന്നു പോകത്തില്ല. ശരിക്കും മിക്സ് ചെയ്ത ശേഷം ഈ മിക്സ് നമുക്ക് നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് സ്പീഡ് 1-ലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണ വരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കത് ബീറ്റർ ഓഫ് ചെയ്തിട്ട് ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മിക്സിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓവണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ മോർഫി റിച്ചാർഡിൽ 160 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്യാറുള്ളത്. അത് 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ കുറച്ച് നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ടിന്നിൽ, ഞാനിത് 7 ഇഞ്ചിൻ്റെ കേക്ക് പാനായിരുന്നു എടുത്തത്, സ്ക്വയർ. അതിനകത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഈക്വലാക്കി ഒരു 1-2 ടാപ്പ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തത് 160 ഡിഗ്രിയിൽ 1 മണിക്കൂറും 15 മിനിറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഓവണിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടെമ്പറേച്ചറിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സമയത്തിലൊക്കെ വേരിയേഷൻ വരും. ഇത് പിന്നത്തെ ദിവസമാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ